ഹലോ, ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞങ്ങൾ വാഗമണിൽ ട്രിപ്പ് പോയിരുന്നു. ഇപ്പോൾ അല്ല, കുറച്ച് നാൾ മുന്നേ. അപ്പോൾ തൊട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ടൈം കിട്ടിയില്ല. അപ്പോൾ അന്നെടുത്ത വീഡിയോ ആട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സായിട്ടാണ് പോയത്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നു എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്, പക്ഷെ ആർക്കും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടാട്ടോ നമ്മൾ വാഗമണിലോട്ട് വിട്ടത്. ഞങ്ങൾ പോയ ടൈമിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് പറ്റുന്ന സ്ഥലത്തൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടാട്ടോ നമ്മൾ പോയത്. എനിക്ക് റോണിക്കും ഒറ്റയ്ക്ക് പോണതിലും ഇഷ്ടം ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്നതാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. പിന്നെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കടയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തേലുമൊക്കെ മേടിക്കുമല്ലോ. അങ്ങനെ സ്വീറ്റ്സൊക്കെ മേടിച്ച് നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ട്രിപ്പ് മൗണ്ട് റിസോർട്ട് വാഗമണിലാട്ടോ. ഇതൊരു ഫ്രെയിം ലക്ഷറി റിസോർട്ടാണ്. വാഗമണിൽ പോകുമ്പോൾ എവിടെ സ്റ്റേ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിന്നപ്പോഴാണ് ജസ്റ്റ് റാൻഡമായിട്ട് ഗൂഗിളിൽ ഈ ഒരു റിസോർട്ട് കണ്ടുപിടിച്ചത്. പിന്നെ ഞങ്ങൾ റിവ്യൂവും ഇൻസ്റ്റയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം അടിപൊളിയാണെന്ന് മനസ്സിലായി. എന്നാലും നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അടിപൊളി ഫ്രെയിം റിസോർട്ടായിരുന്നു. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു. 4 പേർക്ക് സുഖമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഒരു റൂം ടൂറാണേ. ഞങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചതിലും നല്ലതായിരുന്നു കേട്ടോ ഈ ഒരു റിസോർട്ട്. മുകളിൽ വേണമെങ്കിലും 2 പേർക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു ഫ്രെയിം റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ ടൈമിലും നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഇത് എല്ലാവർക്കും ഇരുന്ന് വ്യൂ ഒക്കെ കണ്ട് കോഫിയൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് ആട്ടോ. പിന്നെ പൂളും അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഓക്കെ ആയിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ തന്നെ കുക്ക് ചെയ്യുന്നതായിരുന്നുകൊണ്ട് ഒരു ഹോംലി ഫീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും സൂപ്പറായിരുന്നു. അവർ ചെറിയ മ്യൂസിക്കൊക്കെ ഇട്ടപ്പോൾ വല്ലാത്തൊരു അടിപൊളി ഫീലായിരുന്നു. നല്ല തണുപ്പും പിന്നെ മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് ആയപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. മാക്സിമം വേറെ പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാട്ടോ നമ്മൾ വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.